ചരിത്രത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള കേന്ദ്രസേനയുടെ സാന്നിധ്യമാണ് അശ്വതി ഏറ്റവും ശ്രദ്ധേയമെന്നത്. കാരണം ബംഗാൾ വല്ലാത്ത രീതിയിൽ അക്രമ രാഷ്ട്രീയം അരങ്ങേറുന്ന ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് ആളുകൾ വോട്ടെടുപ്പിൻ്റെ അന്ന് കൊല്ലപ്പെടുകയാണ്. അതെ, വോട്ടെടുപ്പിന്റെ ദിവസങ്ങളിൽ മാത്രം അല്ലാതെ അവിടെ എന്തുമാത്രം ക്രമസമാധാന പ്രശ്നങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ മനുഷ്യർക്ക് എങ്ങനെ താമസിക്കുന്നതിനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതെ അതെ, അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അക്രമ രാഷ്ട്രീയമുള്ളത്. അത് ബംഗാൾ, ത്രിപുര, കേരളമാണ്. ഞാനത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വേറൊരു സംസ്ഥാനത്തും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയില്ല, അടിയും പിടിയില്ല. ഇപ്പൊ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ആശ്വതി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസ് തീയിട്ടു? അങ്ങനെ വാർത്തയുണ്ടോ? യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെ ഓഫീസ് തീയിട്ടു, അല്ലെങ്കിൽ നേതാവിനെ വെട്ടിക്കൊന്നു, BJP നേതാവിനെ വെട്ടി. അങ്ങനത്തെ വാർത്തകൾ നമുക്ക് കാണാൻ പറ്റുന്ന 3 സംസ്ഥാനങ്ങളിലുള്ള, അത് ബംഗാൾ, ത്രിപുര, കേരളം. കാരണം അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കുറവല്ല, ബംഗാളിനും ത്രിപുരയും കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ കുറവാണെന്നാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം എതിർ രാഷ്ട്രീയ ചേരി അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ല, അവിടെ ഇലക്ഷൻസ് ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പില്ല, കാരണം അവർ മാത്രമേ ഉള്ളൂ. എതിർ രാഷ്ട്രീയ ചേരിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 സ്റ്റേറ്റുകളിൽ മാത്രം അക്രമ രാഷ്ട്രീയം അരങ്ങേറുന്നത്. വേറൊരു സ്റ്റേറ്റിലും ഇലക്ഷൻ സമാധാനപരമായിരിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് ഇലക്ഷൻ നടക്കണം, അവിടെ കാര്യമായ അക്രമം ഉണ്ടാകത്തില്ല. പക്ഷേ ബംഗാൾ നമ്മൾ പേടിക്കണം, അവിടെ അക്രമം ഉണ്ടാകും. കാരണം ബംഗാളിലെ ഇപ്പോഴത്തെ TMC-കാരെന്ന് പറയുന്നത് പഴയ സഖാക്കളാണ്, അവർ മാറി TMC ആയതാണ്. അപ്പോൾ അതാണ് രാവിലെ വല്ലാത്തൊരു ഊർജ്ജം. ശരി, നമുക്ക് ഇതേ ഊർജ്ജത്തോടുകൂടി നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോയാലോ? അങ്ങ് തമിഴ്നാട്ടിൽ ഇങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയാലോ? അപ്പോൾ തമിഴ്നാട്ടിൽ പറഞ്ഞോളൂ. ആരാണ്? രഞ്ജിത്ത് അമ്പാടിയും അരുൺ ആലത്തൂരും ഉണ്ടല്ലേ. നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകുമ്പം കടുത്ത മത്സരം നടക്കുകയാണ്. 234 മണ്ഡലങ്ങളാണ്. ഒരു ഭാഗത്ത് BJP AIADMK സഖ്യമുണ്ട്, ഭാഗത്ത് DMK ഉണ്ട്, പിന്നെ ജോസഫ് വിജയ് ഉണ്ട്. കന്നി ജോസഫ് വിജയ് കൂടി വന്നിട്ടുണ്ട്. രഞ്ജിത്ത് അമ്പാടി വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, അതിശക്തമായ മത്സരം 234 സീറ്റുകളിലും നടക്കുകയാണല്ലോ തമിഴ്നാട്ടിൽ. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ഉള്ളത് തമിഴ്നാടിൻ്റെ ഏത് ഭാഗത്താണ്? ഒപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമാണ്? AIADMKയും BJPയും നേതൃത്വം നൽകുന്ന സഖ്യം അവിടെ ഒരു വലിയ തിരിച്ചുവരവ് നടത്തുമോ, അതോ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ തുടർഭരണമാകുമോ? ഈ ജോസഫ് വിജയ്ക്ക് എന്തെങ്കിലും ചലനം എവിടെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ രഞ്ജിത്ത്? ഗൗതം, ഞാൻ നിൽക്കുന്നത് വിളവങ്കോട് മണ്ഡലത്തിലാണ്. അതായത് കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് നിയമസഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണ്. അവിടുത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമുക്കറിയാം, നമ്മുടെ പിന്നിൽ കാണുന്നത് 3 ബൂത്തുകളാണ്. രാവിലെ 7 മണി മുതൽ തന്നെ ഇവിടെ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. അതിശക്തമായ ഒരു മത്സരം, ഗൗതം സൂചിപ്പിച്ചപോലെ തന്നെ അതിശക്തമായൊരു മത്സരമാണ് ഇത്തവണ ഇവിടെ നടക്കുന്നത്. ഈ വിളവങ്കോട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിജയധരണിയാണ്. വിജയധരണി നേരത്തെ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. 2024 രാജിവെച്ചിട്ട് BJPയിലേക്ക് ചേരുന്നു. അവർ ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് TT പ്രവീണാണ്. പ്രവീൺ നമുക്കറിയാം CSI സഭാ സെക്രട്ടറിയാണ്, തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇത്തവണ ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി, ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മാറി. ഈ തെരഞ്ഞെടുപ്പ് തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, പല വിഷയങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം തമിഴ്നാട്ടിൽ ഭരണം നടത്തിയ സ്റ്റാലിൻ ഭരണകൂടത്തിൻ്റെ പല നിലപാടുകൾ, അത് ഹൈന്ദവ വിരുദ്ധമായ നിലപാടുകൾ, അതുപോലെ തന്നെ ഹൈന്ദവ വിരുദ്ധമായ നിലപാട് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. തിരുപ്പുറക്കുണ്ട്രം തന്നെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ മുന്നിലുള്ള ഒരു വലിയൊരു ഉദാഹരണം. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു ഭരണകൂടത്തെ ഈ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഇവിടുത്തെ ഒരു ഹൈന്ദവ ജനതയുടെ, പുരോഗമനം ചിന്തിക്കുന്ന ജനതയുടെ ഒരു വലിയ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു വലിയ പ്രചരണമാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതുകൂടാതെ തന്നെ വർഗീയ ശക്തികളുമായി, അതായത് അധികാരം നിലനിർത്താൻ, അധികാരം പിടിക്കാൻ ഏത് തീവ്ര വർഗീയ ശക്തികളുമായും കൂട്ടുകൂടുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് DMK. ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഭാഗമാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് SDPI പോലെയുള്ള വലിയ തീവ്ര വർഗീയ ശക്തികൾ പരസ്യമായി തന്നെ ഈ DMK അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. അവരുടെ കൊടിതോരണങ്ങൾ അവരുടെ വാഹനങ്ങളിൽ കെട്ടുന്നു, അവരുടെ പതാകകളും അവരുടെ കൊടികളും കൊണ്ട് വോട്ട് ചോദിക്കാനെത്തുന്നു. അങ്ങനെ തീവ്ര വർഗീയ ശക്തികളെ വാരിപ്പുണരുകയും അതുപോലെ തന്നെ ഹൈന്ദവ ചിന്താഗതിക്കാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ പൂർണ്ണമായും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ സമീപനമാണ് ഈ തിരഞ്ഞെടുപ്പിലുടനീളം നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം തമിഴ്നാട്ടിൽ കണ്ടത്. അതിന് ഒരു തിരിച്ചടി
തിരിച്ചടി ഈ ജനത നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് തന്നെയാണ് BJP NDA സഖ്യം ADMK സഖ്യം ഇത്തവണ മുന്നോട്ട് വെച്ചത്. അണ്ണാമലൈ അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രചരണങ്ങളിൽ ഏറ്റവും തീവ്രമായി പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. ഇത് ഇനിയൊരു 5 വർഷം കൂടി DMKയുടെ ഒരു ഭരണം തമിഴ്നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ ഹൈന്ദവ ജനതയെ ബാധിക്കും, ഹൈന്ദവ ആചാരങ്ങളെ ബാധിക്കും, ഹൈന്ദവ ക്ഷേത്രങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഇതുപോലെ ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ്, എത്രമാത്രം പ്രധാനമാണ് BJP NDA സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്, തമിഴ്നാട് തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ്. പ്രധാനമന്ത്രി എത്ര തവണയാണ് എത്തിയത്? പ്രധാനമന്ത്രി നാഗർകോവിലിൽ റോഡ് ഷോ നടത്തി, പ്രധാനമന്ത്രി കോയമ്പത്തൂർ റോഡ് ഷോ നടത്തി. അങ്ങനെ തമിഴ്നാട് എന്നുള്ളത് ഇത്തവണ BJPക്ക് ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനമാണ്. തമിഴ്നാട്ടിലെ ഭരണം പിടിക്കുക എന്നുള്ളത് BJPയുടെ എല്ലാ കാലത്തെയും ഒരു സ്വപ്നമാണ്, ഒരു ലക്ഷ്യമാണ്. അതിലേക്ക് ഈ തവണ BJP എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. 234 അംഗ നിയമസഭയിൽ കഴിഞ്ഞ തവണ 159 അംഗങ്ങളാണ് ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നത്. അതിൽ 133 പേർ DMK സ്ഥാനാർത്ഥികളായിരുന്നു. കഴിഞ്ഞ തവണ 75 പേരാണ് ADMK BJP സഖ്യത്തിനുണ്ട്. BJPക്ക് 4 സീറ്റുകൾ മാത്രമേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ BJP അതിൻ്റെ പല മടങ്ങുകൾ വിജയം നേടുമെന്നുള്ള യാതൊരു സംശയവുമില്ല. കന്യാകുമാരി ജില്ലയിൽ ആകെ 6 മണ്ഡലങ്ങളുള്ളത്. അതിൽ തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള 4 മണ്ഡലങ്ങളുണ്ട്. എന്തായാലും നേരത്തെ ഗൗതം ചോദിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ BJPയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. തമിഴ്നാട്ടിലെ നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങളെ സംബന്ധിച്ച് BJPയുടെ നിലപാടുകൾ വളരെ ശക്തമാണ്. തമിഴ്നാട്ടിൽ കാടിളക്കിയുള്ള ഒരു പ്രചരണം തന്നെയാണ് BJP നടത്തിയത്. പല മണ്ഡലങ്ങളിലും ഇത്തവണ BJP അട്ടിമറി വിജയം നേടും. ഇത്തവണ അധികാരം പിടിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. താരങ്ങൾ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട് നമുക്കറിയാം. MGRനെ പോലൊക്കെ പല മഹാനടന്മാരും രാഷ്ട്രീയത്തിൽ ഇറങ്ങി ശോഭിച്ച ചരിത്രമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പല നടന്മാരും ദയനീയമായി തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ചിത്രത്തിൽ ഇല്ലാണ്ടായ സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുന്ന കമലഹാസൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ് തുന്നം പാടിപ്പോയി കമലഹാസൻ്റെ മക്കൾ നീതിമയമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടമാകുമോ ഈ ജോസഫ് വിജയിയെ കാത്തിരിക്കുന്നത്? ജോസഫ് വിജയുടെ വോട്ട് ബാങ്ക് എന്താണ്? കേവലം ഫാൻസ് മാത്രമാണോ, അതോ തമിഴ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അടയാളപ്പെടുത്താൻ ജോസഫ് വിജയ്ക്ക് കഴിയുമോ? തീർച്ചയായും ഗൗതം, നമ്മളിവിടെ ഒരുപാട് പേരോട് കഴിഞ്ഞ ദിവസങ്ങളിലും ചോദിച്ചു, ഇന്നും സംസാരിച്ചിരുന്നു. പക്ഷേ അത്രമാത്രം വലിയൊരു ഫാക്ടറായി ജോസഫ് വിജയുടെ TVK ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരമൊരു ഒരു കോളിളക്കം ഉണ്ടാക്കാൻ TVK കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ കുറച്ച് വോട്ട് TVK ശേഖരിക്കും, സമാഹരിക്കും. അത് ഇരു മുന്നണികളിൽ നിന്നും സമാഹരിക്കാൻ സാധ്യതയുണ്ട്. കൂടുതലും DMKയും തന്നെയായിരിക്കാം ആ അത്തരത്തിലുള്ള വോട്ട് സമാഹരിക്കാൻ സാധ്യത. പിന്നെ ചെറുപ്പക്കാർ, ഒരു ഫാൻ ബേസ് വച്ചിട്ട് ഒരു 15% വോട്ട് ചിലപ്പോൾ നേടാൻ കഴിയും, സമാഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവിടെ തമിഴ്നാട്ടിലുള്ള മാധ്യമപ്രവർത്തകരും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകരും അടക്കം പറയുന്നത്. വലിയൊരു കോളിളക്കം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ, അല്ലെങ്കിൽ വിജയുടെ ഈ തെരഞ്ഞെടുപ്പ് റാലിയിലൊക്കെ കണ്ട ജനബാഹുല്യമൊക്കെ കണക്കാക്കിയുള്ള വലിയൊരു അട്ടിമറിയൊന്നും തന്നെ തമിഴ്നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പിൽ TVKക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട്ടിലെ ഈ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നമ്മുടെ ഒരു പൾസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 15% വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞേക്കാം. അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക DMK ഇന്ത്യ മുന്നണി സഖ്യത്തിനാകാം. കാരണം ഈ പിടിക്കുന്ന 15% അല്ലെങ്കിൽ 16-17% വോട്ടിൻ്റെ ബഹുഭൂരിപക്ഷവും പോകുന്നത് ആ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നായിരിക്കാം. അതേസമയം അത് ADMK BJP സഖ്യത്തെ സംബന്ധിച്ച് അത് ഗുണകരമാണ്. ആ മുന്നണി അതിനെ സ്വീകരിക്കുന്നുമുണ്ട്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ച് MGRനെ പോലെയോ അല്ലെങ്കിൽ ജയലളിതയെ പോലെയോ ഒരു പുതിയ ഒരു ഇതിഹാസ സമാനമായിട്ടുള്ളൊരു എൻട്രി ഒരിക്കലും വിജയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ ഓരോ വോട്ടർമാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഗൗതം, തീർച്ചയായും അങ്ങനെ ഒരു തമിഴ്നാട്ടിൻ്റെ കന്യാകുമാരി ജില്ലയിൽ BJPക്ക് ഏറ്റവും മുൻതൂക്കമുള്ള കന്യാകുമാരി ജില്ലയിൽ നിന്നാണ് രഞ്ജിത്ത് പാടി വിവരങ്ങൾ നൽകുന്നത്. നേരത്തെ ഗൗതം പറഞ്ഞല്ലോ, അതായത് ഒരുപാട് ചലച്ചിത്ര താരങ്ങൾ ശോഭിച്ചതുമാണ്, കെട്ട മണ്ണും കൂടിയാണ് തമിഴ് മണ്ണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഈ വൈകാരികമായി ചിന്തിച്ച് വോട്ട് ചെയ്യുക. പക്ഷേ ഭൂരിഭാഗം ആളുകളും, തമിഴ്നാട്ടിലെ ആളുകൾ നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലേ? ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ ജയലളിതയെ പോലെയൊക്കെയുള്ള നേതാക്കൾ അവിടെ ഉണ്ടായത്. കുറച്ച് വൈകാരികതയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ചിന്താശേഷി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ്റെ ഭരണകൂടം മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 10 വർഷം
സ്റ്റാലിൻ ശരിക്കും ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ്. സ്റ്റാലിൻ്റെ പേരിൽ തന്നെ നിലപാടില്ലായ്മയുണ്ട്. അതായത് തമിഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേര് സ്റ്റാലിൻ എന്നാണ്. അപ്പൊ അതിൽ തന്നെ നിലപാടില്ല. അത് സ്റ്റാലിൻ ഇട്ട പേരല്ലല്ലോ. അത് പറഞ്ഞിട്ട് സ്റ്റാലിൻ്റെ അച്ഛൻ ഇത് തന്നെ പറഞ്ഞിരുന്നത്. സ്റ്റാലിൻ്റെ അച്ഛൻ കരുണാനിധി ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. തമിഴ് വികാരം ആളിക്കത്തിക്കാൻ തമിഴ് ഭാഷ ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് പറഞ്ഞ് മറ്റു ഭാഷകൾ ഗൗതമിന്റെ ഈ അഭിപ്രായത്തോടെ എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഇടവേളയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് ആ വിയോജിപ്പ് എന്ന് പറയാം. എന്തായാലും ഗൗതമിന്റെ ഫാൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ സ്നേഹം അറിയിക്കുന്നുണ്ട്. ഗൗതം ജി അശ്വതി വാദിക്കലിനോട് പറയണം വാദിക്കൽ നിന്ന് മാറി നിൽക്കാൻ, താങ്കളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. അയ്യോ